വേണ്ട നിന്റെ കഴിച്ചു. അത് പറ അടുത്ത വാരം ആക്ച്വലി ബെൻഡ് ആയിരുന്നല്ലേ? ഓ ദാറ്റ് വാസ് റിയലി ഗുഡ്. പൊളിച്ചല്ല സ്റ്റേജിലെ പോലെ സീനാക്കരുത്. ഹായ് ഹായ്. ഹലോ. റെഡിയില്ലേ? നല്ല രസമുണ്ടല്ലേ? കാശ് വേറെ പൊടിച്ചിട്ടുണ്ട്. ആഹാ ദേ മോളി. ആഹാ എന്നാ ഉണ്ട്? എത്ര നാളായല്ലോ കണ്ടിട്ട്. Only echoes passing through the night. The lines on my face, your fingers once traced, fading reflection of what was. Thoughts rearrange, familiar now strange. All my skin is drifting on the wind. ഇവിടെ വരത്തില്ലെന്നാ ഞാൻ വിചാരിച്ചേ. Spring brings the rain. When winter comes pain, every season has an end. I try to see through the disguise, but the clouds were there, blocking out the sun. The sun. ഞാൻ വന്ന് വേറൊരു കാര്യം പറഞ്ഞു. അളിയ നമ്മുടെ പ്രിൻസിയുടെ ബ്രദർ കഴിച്ചു. ഞാൻ ആക്കി തരാം. Thoughts rearrange, familiar now strange. All my skin എന്നാ അളിയ അതൊക്കെ നാളെ പുള്ളിയായിട്ട് എങ്ങനെ പരിചയം എന്നുള്ളതാ. അതും കൂടെ എടുക്ക്. സംസാരം കണ്ടപ്പോ നിങ്ങൾ ഫ്രണ്ട്സാന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം എല്ലാവരോടും അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. അയാൾ ആരായാലും പക്ഷെ കുറെ നേരമായിട്ട് അളിയന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. നീ അയാൾ മാർവാടിയുടെ ആളെന്നാണോ? ഏയ് അതൊക്കെ ഞാൻ പണ്ടേ സെറ്റിൽ ചെയ്താ. there's an end. There's an end. വെക്കോളൂ. അതെ ഇതൊരു കല്യാണ വീടാ, മരണ വീടല്ല. ചിരിച്ച് പ്രസന്റ് ആയിട്ട് ഇവിടെ എപ്പോഴും നിൽക്കാൻ മനസ്സിലായില്ലേ? അത് ആ ടേബിളിൽ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുത്തേ. താനെന്താ ഇവിടെ എപ്പോ വാ, ഇങ്ങോട്ട് വാ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ഭാര്യയും കുട്ടികളൊക്കെ ഒന്നും വന്നില്ലേ? ഓ അവര് ഭക്ഷണം കഴിക്കണം. കഴിക്കട്ടെ അവരെ ബുദ്ധിമുട്ടില്ല. മോളെ കഴിക്ക്. ഒന്ന് ശ്രദ്ധിച്ചോ. എന്റെ കർത്താവ് ഇതെന്തുവാണോ നീ കാണിച്ചേ? ദേ ഇപ്പൊ ക്ലിയർ ചെയ്യാട്ടോ. ഹരീഷ് അവിടെ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുക്കും. ഇതൊക്കെ ഞാൻ ശരിയാക്കുന്നു വെച്ചാ ക്ലീൻ ചെയ്യടാ. ചേട്ടാ ഈ പ്ലേറ്റും കൂടെ പൊട്ടിക്കാം. മോളെ കഴിച്ചു കഴിഞ്ഞല്ലേ പോയി കൈ കഴിയിട്ട് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. മോനെ ആന്റി ഇതെങ്ങോട്ടേ ഓടുന്നു? എത്ര നാളായി നിന്നെ ആ എത്ര കാലായി? സുഖായിരിക്കുന്നു. കഴിച്ചായിരുന്നോ?
ഇല്ല, ഇപ്പൊ വരുന്ന വഴിയാ. ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി നാളായില്ലേ. മോനൊക്കെ അപ്പൊ പരിചയക്കാരെയൊക്കെ കാണട്ടെ, എന്നിട്ടാവാൻ ഭക്ഷണം. സുഖം സുഖായി. ഓ, അവൾക്ക് എന്നാ ഇപ്പൊ എവിടുന്നാ വരുന്നേ? കുരിയച്ചന്റെ അവിടുന്ന്, പള്ളിക്കകത്തോട്. ആ മോളെ, സുഖാന്നോ? ഇപ്പൊ കല്യാണത്തിന് വന്നോണ്ടൊന്ന് കാണാൻ പറ്റി. അയ്യോ, കല്യാണം കൂടാൻ ഒക്കത്തില്ല. ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തല്ലയോ. തിരിച്ചു കൊണ്ടുപോയോ? ജെയിംസ് എന്താ നാട്ടിൽ വരുന്നത്? അടുത്ത മാസം വരും. അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ മനസ്സമ്മതമായിട്ട് വന്നേ പറ്റുന്ന വാശിയിലായിരിക്കും. അപ്പൊ വരാം. വന്നിട്ടേ പോകണം. അനങ്ങരുതേ. ഇതൊക്കെ ഭയങ്കര ബോറിംഗാ. അല്ല കുട്ടി, ഒരു ആൽബത്തിൽ ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ വേണം. അതൊക്കെ പിന്നെ ചെയ്യാം. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. വേഗം നടക്കണം ഇങ്ങോട്ട്. ആ റിഫ്ലക്ടർ എടുത്ത് അങ്ങോട്ട് വെച്ച്. അല്ല, അത് അച്ഛനറിയാവുന്ന ഇതല്ല, ഇത്ര ഉണ്ടാവാറില്ലല്ലോ. സത്യം പറഞ്ഞു, എന്താ സംഭവിച്ചത്? അച്ഛൻ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പറ, എന്താ ഉണ്ടായ? അതെ അച്ഛായ, ഈ തിരക്കിന്റെ ഇടെ ഞാനുള്ള മരുന്ന് കൊടുക്കാൻ. നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവളുടെ മരുന്ന് മറക്കാൻ പാടില്ലെന്ന്. കഴുത. ഇനിയിപ്പോ അവളെ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? പറ്റിയതൊക്കെ പറ്റി. ആരെങ്കിലും വിളിച്ച മരുന്നൊന്ന് എത്തിക്കാൻ പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങോട്ട് പോവാം, അവിടെ പൂക്കളുണ്ട്. അങ്ങോട്ട് വേണ്ട പ്ലീസ്. മോളെ മോളെ മതിയാക്ക്. റോഹൻ ക്ഷീണിച്ചു. ഡാഡി പറഞ്ഞു കേട്ടില്ല. പന്ത്രണ്ട് വർഷം മുമ്പ് അപ്പച്ചനോട് സംസാരിക്കാൻ വരാമെന്ന് പറഞ്ഞ ആളെ പിന്നെ ഇപ്പോഴാ കാണുന്നത്. അതും ഇങ്ങനെ. നിനക്ക് എന്താ രാജ പറ്റിയേ? നിനക്കെന്ന് എങ്ങനെയാണ് എന്നെ ചതിക്കാൻ തോന്നിയേ? ഹായ് ആൻറ്റി. ഹായ്. പോട്ടെ. ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല ലിസി. ലിസി പറഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ അപ്പച്ചനെ കാണാൻ പോയി. പക്ഷേ വീട്ടിലേക്കെന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചനെ കൊണ്ടുപോയത് ഗോഡൌണിലേക്കാണ്. പിന്നീടുള്ള 8 മാസം എൻ്റെ ജീവിതം പല പല ആശുപത്രികളിലായിരുന്നു. ഒടിയാത്ത ഒരു എല്ല് പോലും എൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല. രാജനന്ന് വന്നില്ല എന്നാണല്ലോ അപ്പച്ചനെ എന്നോട് പറഞ്ഞേ. അത് നീ വിശ്വസിച്ചു. അപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മച്ചി വരുവാ. അതെയല്ലേ? മറ്റേ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. ചാനലുണ്ടായിരുന്നു. ആളിപ്പോ ദുബായിക്ക് പോയി. അന്വേഷണം അളിയ അയാൾ അത്യാവശ്യമായിട്ട് അളിയനെ കാണണമെന്ന് പറയുന്നുണ്ട്. ആരാക്കെ എന്നാ വേണ്ടേ? ആളാരെങ്കിലും കക്ഷി അത്ര വെടിപ്പല്ല. ഒരു കാര്യം ചെയ്യാലോട് ഓഫീസിൽ ചെന്നിരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് വരാം. എന്താ കുട്ടിയുടെ പേര്? മാളവിക. 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 കാണുന്നില്ലല്ലോ, വളരെ ഷൈ ആണല്ലോ. എവിടെ വീട്? കൊച്ചി. ആ, കൊച്ചി. ഞാൻ കൊച്ചിയിലൊക്കെ വരാറുണ്ട്. നമ്പർ എന്ന് പറയൂ. ഇല്ല, ഞാൻ ശല്യക്കാരനല്ല. എന്റെ നമ്പർ തരട്ടെ? വേണ്ട.
കേട്ടായിരുന്നല്ലേ? വേണോ? ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ചിരിക്കരുവാ അവിടെ അത് വരെ താവിടെ ഇച്ചിരി കൂടെയല്ലേ ഉള്ളൂ. കുട്ടി കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ. ആ അയാൾ പറഞ്ഞ കറക്റ്റാ. ഗസ്റ്റുകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതാ. വാ നമുക്ക്. ഡാഡി കുറച്ചുകൂടെ പ്ലീസ്. പറ്റില്ല. സാർ ഈ ഇംപ്രവൈസേഷൻ ഇടയ്ക്ക് നമുക്ക് ആൽബത്തിന് അത്യാവശ്യമുള്ള 2-3 ഫോട്ടോസ് കിട്ടിയിട്ടില്ല. ഒരു 2-3 സ്നാപ്സിന് കൊടുത്ത് നമുക്ക് പോവാം. പ്ലീസ് ഡാഡി പ്ലീസ്. എടുത്തോ. വാ എടുക്ക്. സ്മൈൽ. നൈസ് നൈസ്. എപ്പ എത്തി? കുറച്ചേരായി. ഹസ്ബൻഡ് വന്നില്ലേ? ചാനൽ ലീവ് കിട്ടിയില്ല. ഹലോ ആന്റി. ഈ നെക്ലേസ് കൊള്ളാലോ. ഇത് എവിടുന്ന് വാങ്ങിയതാ? ഇത് ഇവിടുത്തെ നമ്മുടെ റോയൽ ജ്വല്ലറി ഇല്ലേ, അവിടുന്നാ. ആണോ? നല്ലതാ. നല്ല ഡിസൈനാ. നല്ല സ്റ്റൈലായിട്ടുണ്ട്. അതെ. ആന്നേ. എന്നതാ? ഓ എന്നാത്തിനാ? എനിക്ക് ഡിസൈൻ ഒന്നും ചേർക്കില്ല. ആ എന്നാ വില ഏടി ഇതിന്? എനിക്ക് വിലയൊന്നും അറിയത്തില്ല. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. ഓ എന്നാ നിങ്ങളെ കഴിക്കുക. ഞാൻ മാറുവാ. അനങ്ങരുതേ. ഒന്ന് റൊമാൻറ്റിക് ആയോട്ടെ. ഓക്കെ താങ്ക് യു. കുടിക്കുന്നോ? വേണ്ട. സിംഗിൾ മാൾട്ട്. അതെ, ഈ മുന്തിയന മദ്യം കുടിക്കുമ്പോൾ അരോമ മദ്യത്തിന്റെ ഗന്ധം ആദ്യം ആസ്വദിക്കുക, പിന്നെ മെല്ലെ ഇങ്ങനെ. എന്നാത്തിനാ കാണണമെന്ന് പറഞ്ഞു? വരൂരിക്കൂ പറയാം. വെക്കവിടെ കാര്യം. ഓക്കെ. ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? അതൊക്കെ കിടന്നു. താൻ കാര്യം പറഞ്ഞു. നല്ല ബന്ധമായിട്ടിരിക്കുന്നേ. വർക്ക് ചെയ്യാൻ പൂത്ത കാശുകാരനാ. പക്ഷേ അതെനിക്കറിയാം. കൂടുതൽ അറിയണോ താല്പര്യവും ഇല്ല. താൻ എന്തെങ്കിലും കഥ പറഞ്ഞ് കല്യാണം മുടക്കാനാ ഉദ്ദേശമെങ്കിൽ ആ പരിപ്പോട് വൈകുകയില്ല. ചോ എന്താ റോ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ കണ്ട ഒരു കല്യാണം മുടക്കാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളുടെ ദ്രോഹത്തിന് വേണ്ടി വന്നതല്ല. ഈ സ്ത്രീധനം അല്പം കുറഞ്ഞു പോയില്ല എന്നൊരു സംശയമുണ്ട്. താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ഞങ്ങളുടെ കാര്യമാണ്. ഇയാളെന്നാ ഇൻകം ടാക്സ് ഓഫീസറാണോ? ഞാനതൊന്നുമല്ല. പിന്നെ അതിനാ ശ്രീധരന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്? അത് കൊള്ളാം. ചെക്കൻ്റെ സ്ത്രീധന കാര്യം അപ്പച്ചൻ അറിയണോ? എന്നോട് ആരാടിപ്പ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എന്ത് ചെയ്യരുതായിരുന്നു? ഏഞ്ചലുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്തോളാണ് ഞാൻ. അല്ല ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ നാറിയ ബന്ധം തുടരുന്നുണ്ടല്ലേ നിങ്ങൾ അവർക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു. നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു? നിനക്ക് തലക്ക് വട്ടായോ? പിന്നെ ഇങ്ങനെ കള്ളം പറയല്ലേ ചായ. അവർക്ക് നെക്ലസ് വാങ്ങിച്ചു കൊടുക്കാനല്ലേ നിങ്ങൾ റോയൽ ജ്വല്ലറിയിൽ പോയത്? ബെസ്റ്റ്. അപ്പൊ എന്നെ വിശ്വാസമില്ലല്ലോ. തൽക്കാലം നീ ചെല്ലേ. നാളെ ഞാൻ നിന്നെ നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. സൈക്കാട്രിസ്റ്റ് സ്വന്തം ഭാര്യയും കുഞ്ഞിനെ ഭജിച്ചിട്ട് ഇനിയിപ്പോ എന്നെ ഭ്രാന്തിയും കൂടി ആക്കണം അല്ലേ? ആക്കണം. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്ക് ഒട്ടും ബുദ്ധിയില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം. ഈ ബന്ധം വീണ്ടും തുടങ്ങിയിട്ട് എത്ര നാളായി?
അതന്ന് നിർത്തിന്ന് പറഞ്ഞത് കള്ളത്തരായിരുന്നു. അറിയണമല്ലോ നിനക്ക്. ഏഞ്ചലായിട്ട് എനിക്ക് പണ്ടുള്ള പോലെ ബന്ധം ഇപ്പോഴും ഉണ്ട്. എന്റെ കസ്റ്റഡിയിൽ നീ അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവർക്കൊക്കെ മാലയും വളയും കാറും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും. സമാധാനമോ? മനസ്സിലായോ? വാ എന്റെ മുന്നിൽ വന്നു പോരുത് നീ. എന്താണോ ഇത്? ആ വിഹിതം കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിസ്ക്രീറ്റ് ആവണ്ടേ? മിണ്ടാതിരിയാണോ പന്നി? ഇവരെ പിടിച്ച് പുറത്താക്ക്. ഇവരെ പിടിച്ച്. ഇപ്പൊ എന്നാ നിന്റെ പ്രശ്നം? അളിയന്റെ അടുത്ത് നേരത്തെ ചോദിച്ചപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു. എന്റെ പൊന്നലക്ഷൻ, നീ ഇങ്ങനെ തുടങ്ങല്ലേ പ്ലീസ്. ഇവരെ പിടിച്ച് പുറത്താക്കല്ലെങ്കിൽ എന്തെങ്കിലും കടങ്കൈ ചെയ്യൂവനെ. അത് എന്നെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പുറത്തു വിട്ട് എനിക്കൊന്നും നേടാനുമില്ല. നിങ്ങൾക്കാ നഷ്ടം. അവിടെ ചെന്നിരിക്കും. ഇങ്ങോട്ട് വന്നേ കളിയാ. കല്യാണ സമയത്ത് ഒരു കല്യാണം മുടക്കിയുള്ള വരും. ഇതൊക്കെ ഉടായിപ്പളാ. മാറി അളിയനോടി ചുമാരി. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മേനോട്ടോട് ചോദിക്കും. നീർക്കൊല്ലി കടിച്ചാലും അത്താഴം മുടങ്ങും. അറിയോ, ഇത് നയപരമായിട്ട് ഞാൻ ഡീൽ ചെയ്യാം. ആ മെടുക്കൽ അവന് വരുന്നുണ്ട്. മിണ്ടായിരിക്കണോ? ലിസി, ഇന്ന് നല്ല പോളിംഗ് ആണല്ലോ. സ്വീറ്റ്സ് ഒരു വീക്ക്നെസ് ആണല്ലേ. ഇത് എത്രാമത്തെ തവണയായി കഴിക്കുന്നേ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത്തവണ ഞാനും കൂടാം. എനിക്കൊരു ഗുലാബ് ജാം തന്നെ. ഹസ്ബൻഡ് എവിടെ? കാണുന്നില്ലല്ലോ. ഇച്ചായൻ ഇവിടെ എവിടെയോ ഉണ്ട്. ആ സാറാമ്മേ, നീങ്ങ വന്നേ. ഞാൻ ഇപ്പൊ വരാവേ. എന്നാടി നീ എവിടെ നടക്കുന്നല്ലോ അറിയോ? ഇങ്ങോട്ട് വാ വേഗം. രാജ, നീ എന്തിനാ ഈ പണി ചെയ്യുന്നേ? നിനക്ക് നിന്റെ അച്ഛന്റെ ലോഡ്ജ് നോക്കാൻ മേലെ? ഏത് ലോഡ്ജ്? ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. പിന്നീട് സമചിത്തത നഷ്ടപ്പെട്ടവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എവിടെയൊക്കെയോ. ഒടുവിൽ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് പക്ഷാഘാതം പിടിച്ചെടുക്കുന്ന അച്ഛനെയാണ്. ലോഡ്ജൊക്കെ അച്ഛൻ്റെ അനിയൻ കൈക്കലാക്കി. ഇവിടെ ഈ കാറ്ററിംഗ് നടത്തുന്ന ആൾ എൻ്റെ അച്ഛൻ്റെ പഴയ തൊഴിലാളിയാണ്. അയാളുടെ കരുണയിൽ ഞാൻ ജീവിച്ചു പോകുന്നു. ആ അമ്മച്ചി, റോയും ഉമ്മച്ചനൊക്കെ എവിടെ? ഫോട്ടോ എടുക്കാൻ പോയ രോഹനെ കാണാനില്ലല്ലോ. അറിയത്തില്ല. ഒന്നിങ്ങ് വന്നേ. എടാ, അവരെല്ലാവരും എന്ത് ചെയ്യും? ഒന്നിങ്ങ് വന്നേ. എന്തേ? വാ പറയാം. അലക്സ്, കാര്യം പറ. എന്നാത്ര നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അമ്മച്ചി ഇയാളെ അറിയോ നോക്കി. മേരിക്കുട്ടി, ഇതിൽ പലം തെളിവ് വേണ്ടല്ലോ അല്ലേ? റോയ്, ആഹാ, നിങ്ങളിവിടെ കള്ളും കുടിച്ചിരുന്നോ? ദേ റോയ്, നമുക്ക് ഇപ്പൊ ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യണം. അസംബന്ധം പറയലോ. അസംബന്ധം ഒന്നല്ല, ആ പെൺകുട്ടിക്ക് കിറുക്കാണ്. എന്തിനാണ് അങ്ങനെ ഒരുത്തിനെ ആ പാവരോഹന്റെ തലയിൽ കെട്ടിവെക്കണേ? അച്ഛാ, നമുക്ക് പിന്നെ സംസാരിക്കാം. പുറത്തേക്ക് ഇല്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. അച്ഛാ, ഞാൻ പറയുന്നത് അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി കിറുക്കാണെന്നുള്ളത് മാത്രമല്ല എന്റെ പ്രശ്നം. പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് വേറെയും ചില സംശയങ്ങളുണ്ട്. അവൾ ഒരു നിംഫോമാനിയക്കാണെന്നാണ് എനിക്ക് തോന്നണത്. എന്റെ അമ്മച്ചി പൊന്നും പണമൊന്നല്ല, സ്വഭാവ ഗുണം. അതാണ് ഒരു പെൺകുട്ടിയുടെ സമ്പത്ത്, അല്ലെ? അതില്ലാത്ത ഒരുത്തിക്ക് വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം.
തൽക്കാലം പുറത്തേക്ക് പോകും. റോയ്, ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിനക്കെന്താ മനസ്സിലാവാത്തത്? വെറുതെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ച് കഴിഞ്ഞാൽ അലക്സേ, നിനക്ക് അവളെ പറ്റി അറിയാൻ പാടില്ല ചേട്ടാ. അവളെന്താ ചെയ്തെന്ന് അച്ചായ, അവരൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരില്ല അച്ചായ. എന്നതാടാ കല്യാണ ചെറുക്കന്റെ കുണ്ടിക്ക് കയറി പിടിക്കുന്നതാണോ ന്യൂ ജനറേഷൻ? എടാ പാവ രോഹന്റെ ചുണ്ട് അവള് കടിച്ചു പറിച്ചു. ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് പിന്നെ പറയാം, പിന്നെ സംസാരിക്കാം. അല്ലടാ ഇത് ഒന്ന് പുറത്തേക്ക്. അലക്സേ, ഇവരോട് പുറത്തോട്ട് പോകാൻ പറ. അമ്മച്ചി, ഒന്ന് പുറത്തേക്ക് പോകാൻ പറ പ്ലീസ്. അതെ, ഇത് വേറെ ആർക്കെങ്കിലും അറിയോ? നമ്മൾ 3 പേർക്കും പിന്നെ മേരിക്കുട്ടിക്ക് മാത്രമേ അറിയൂ. ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? മോശമല്ലേ? അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നേ. ഓ, ബ്ലാക്ക് മെയിലിംഗ് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഈ കുടുംബത്തിന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്നറിയോ? എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി ഒന്നൊരുത്തൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുന്നതാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് അറിഞ്ഞൂടാത്തോണ്ടാണ് അലക്സ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്നുകൊണ്ടൊന്നുമല്ല അലക്സേ. ഇപ്പോൾ മനസ്സമ്മതം നടന്ന പള്ളിയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളിയിലെ വികാരിയിരുന്ന ഫാദർ സേവിയറാണ് ഞാൻ. ചെറിയൊരു സ്കാൻഡൽ കാരണം സഭ എൻ്റെ ലോഹൂരി വാങ്ങി. പക്ഷേ ഇപ്പോഴും പഴമക്കാർക്കൊക്കെ എന്നെ നല്ലപോലെ അറിയാൻ കേട്ടോ. തനിക്ക് എന്നാ വേണം? നൗ യു ഹാവ് കം ടു ദ പോയിന്റ്. അളിയ, ഞാൻ സംസാരിച്ചോളാം. തനിക്ക് എന്നാ വേണ്ടത്? നാട്ടു നടപ്പനുസരിച്ച് പുത്രൻ്റെ വിവാഹം നടക്കുമ്പോൾ സ്വാഭാവികമായും പിതാവിന് കിട്ടേണ്ട ചില സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. ന്യായമായും എനിക്കത് കിട്ടണ്ടേ? ഞങ്ങളൊന്നും തരുന്നില്ല, എന്നാ ചെയ്യും? തരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പുത്രസ്നേഹം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് വരും. നാണാവില്ലൂടെ എനിക്ക്? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? ഞാനും അന്തസ്സുള്ളൊരു പണി തന്നെയാണ് ജീവിച്ചിരുന്നത്. നിരന്തരം ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്ന ഒരു പാവ സ്ത്രീ ഒരിറ്റ ആശ്വാസത്തിനായി ഒരു രാത്രി എൻ്റെ മേടയിൽ വന്നപ്പോൾ ഈ നാട്ടിലെ നാറുകളെല്ലാം കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് പിടിച്ചു. ആ പാവ സ്ത്രീയുടെ ജീവിതം പോയി, എൻ്റെ പട്ടവും പോയി. അത് കഴിഞ്ഞ് ഞാനൊരു തിയേറ്റർ ലീസിനെടുത്ത് നടത്തി. രാത്രി അവിടെ ബ്ലൂ ഫിലിം കാണിക്കുന്നതെന്ന് പറഞ്ഞ് പോലീസുകാരെന്നെ ഒന്ന് പിടിച്ചുകൊണ്ടുപോയി. പിന്നെ ഞാൻ ലീസിന് റിസോർട്ട് തുടങ്ങി. ടൂറിസം വളരുന്നില്ല എന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചില പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഒരു മസാജ് സെൻ്റർ തുടങ്ങി. അപ്പോൾ പോലീസുകാർ വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകാന്നേ. മാന്യമായൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാമൂഹിക സാഹചര്യം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാമെന്നാണല്ലോ പ്രമാണം. സത്യം പറയാലോ, ഞാനിരുന്ന പല ഇടവകളിലും പല സ്ത്രീകളെയും ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ അതിലെല്ലാം ആൺതിരികളാണ് പറഞ്ഞത്. അവരുടെ കല്യാണത്തിന് ചെന്ന് സ്ത്രീധനത്തിൻ്റെ പങ്കുപറ്റലാണ് ഇപ്പോഴത്തെ എൻ്റെ തൊഴിൽ. എന്താ കുഴപ്പമുണ്ടോ? നാറി. അതൊന്നും ആയിക്കോട്ടെ, എനിക്ക് തരാനുള്ളത് തന്നാൽ ഇലയ്ക്ക് മുഴുവനും കേടില്ല. നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാം. 1 ലക്ഷം രൂപ വരും, അത് വാങ്ങി പോക്കോണം. അതെൻ്റെ പട്ടിക്ക് 1 മാസത്തിന് തികയില്ലല്ലോ. ഒരു 5 ലക്ഷം രൂപ വരെ? അത് എൻ്റെ 1 മാസത്തെ ചെലവിന് തികയില്ലല്ലോ. ഒരു 10 ലക്ഷം രൂപ വരെ ഫൈനൽ, അതിൽ കൂടുതൽ ഒരു പൈസ വരില്ല. റോയേ, എൻ്റെ ക്ലബ് മെമ്പർഷിപ്പ് പുതുക്കാനേ ഇത് തികയൂ. പിന്നെ തനിക്ക് എത്ര വേണമെന്നാ പറയുന്നത്? സ്ത്രീധനത്തിൻ്റെ പകുതി. പകുതിയോ? ആ, സ്ത്രീധനത്തിൻ്റെ നേർപകുതി. ബാക്കി നിങ്ങൾ അവരെ വളർത്തിയും പഠിപ്പിച്ചു കൊടുത്തു. ആ, പകുതിയെങ്കിൽ പകുതി. അളിയൻ എന്തോ നീ പറയുന്നത്? പകുതിയോ? പോട്ടെ അലക്ഷം, 50 ലക്ഷത്തിന്റെ പകുതി 25 ലക്ഷം രൂപ കൊടുത്തു തൊലയ്ക്കാം.
ശല്യം ഒഴിയട്ടെ. എടാ റോയ്മോനെ, നീ കൊയർ പോയായിരുന്ന പള്ളിയിലെ വികാരിയായിരുന്നു ഞാൻ. എൻ്റെ അടുത്ത് വില ഇറക്കല്ലേ. 50 ലക്ഷം അല്ല, 10 കോടിയാ സ്ത്രീധനം. അതിൻ്റെ നേർപകുതി എനിക്ക് കിട്ടിയേ പറ്റൂ. പറ്റില്ല. വേണ്ടാന്ന് വെച്ചിട്ടല്ല, അത്ര എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല. അതൊന്നും എനിക്കറിയണ്ട. ഇപ്പൊ തരുന്നോ ഇല്ലയോ? ഓക്കെ, എനിക്ക് എൻ്റെ പുത്രനെ കാണാൻ ധൃതിയായി. താങ്ക് യു. വർഗീസ് മുതലാളി ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആ സർ. സർ, യെസ്. വേറെ ഒരു വഴിയില്ല അഞ്ഞട്ടാ സർ. കിട്ടിയ പൈസ മുഴുവൻ തീർന്നു. ഞാൻ ഒരു 2-3 ഇൻസ്റ്റാൾമെന്റ് അടച്ചു തരിക പ്ലീസ്. ബ്ലാക്ക് മെയിലിംഗിൽ ഇൻസ്റ്റാൾമെന്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല റോയ്. കാശുണ്ടെങ്കിൽ താ, അല്ലെങ്കിൽ വഴി മാറും. സാറേ, കല്യാണം നടന്നില്ലെങ്കിൽ അങ്ങോട്ട് ഞാൻ പിന്നെ ഉണ്ടാവില്ല സർ. സർ സാർ ഉപദ്രവിക്കും സർ. സർ പ്ലീസ് സർ. സർ കുറച്ചുകൂടി സമയം തരൂ സർ. എന്താ റോയ് ഇത്? വരൊക്കെ ഇങ്ങനെ കാലുവിഴ പാടുള്ളൂ. കാശില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, വട്ടിക്കിടക്ക്. അല്ലെങ്കിൽ ഈ വീട് എൻ്റെ പേര് എഴുതാം. കാശ് തന്നാൽ ഞാൻ തിരിച്ചെഴുതി തരാം. എനിക്ക് റോയ് കുട്ടികളെ പോലെ ഇങ്ങനെ വിളിക്കുന്നു. എനിക്ക് മോനെ, എന്തിനാ ഇങ്ങനെ വേണം കരയുന്നേ? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. സർ, 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 സർ. പോയി, ആള് പോയി.